ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുന്ന ഒരു പലഹാരമാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കുഞ്ഞു പലഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉഴുന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ഉഴുന്നാണ്. കുറച്ച് സമയം കൂടുതൽ കിടന്നാലും കുഴപ്പമില്ല, പക്ഷെ മിനിമം ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ല പേസ്റ്റാക്കി അരയ്ക്കണം. നമ്മൾ ഉഴുന്ന് വടക്കൊക്കെ അരയ്ക്കുന്ന പോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ കുതിർത്ത് എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം, അത് കഴിഞ്ഞിട്ട് ഇത് അരച്ചെടുത്താൽ മതി. ഒരു പാൻ വെച്ചിട്ട് അതിനകത്തൊരു 3/4 കപ്പ് പഞ്ചസാര ഇടാം, 3/4 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇതിൽ ഒരു 4-5 ഏലക്ക ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം, ഒരു ഫ്ലേവറിനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ആദ്യം ഈ പഞ്ചസാര വെള്ളത്തിൽ നന്നായിട്ട് അലിയണം. അത് കഴിഞ്ഞ് ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുമ്പോൾ ഈ സിറപ്പ് നമുക്ക് കയ്യിലെടുത്താൽ ഒട്ടുന്നൊരു പരുവത്തിൽ ആവും. ഒറ്റനൂൽ പരുവാവണ്ട, ജസ്റ്റ് നമ്മൾ ഈ സിറപ്പ് ഒന്ന് കയ്യിൽ തൊട്ട് നോക്കുമ്പോൾ ഒട്ടുന്ന പോലെ തോന്നണം. ഇപ്പോൾ ഇത് പഞ്ചസാര ഫുള്ള് വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റ് നല്ലതായിട്ട് ഇതൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഈ സിറപ്പ് റെഡിയായി. ജസ്റ്റ് നമ്മൾ കയ്യിലിങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒട്ടുന്നൊരു പരുവത്തിൽ ആയിരിക്കണം. സൂക്ഷിച്ച് ചെയ്യണം, ഇത് നല്ല ചൂടായിട്ടുള്ള സിറപ്പാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയായി, നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ട് നമ്മൾ കുതിർത്ത് വെച്ച ഉഴുന്ന് അതിനകത്തോട്ട് ഇടാൻ പോവാണ്. ഓക്കെ, ഇതിലിനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഒന്ന് അരച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 3 ഏലക്കയുടെ കുരുവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തു. ഇത് ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ. നമ്മൾ ഉഴുന്നുവടയ്ക്കൊന്നും അരയ്ക്കുന്ന പോലെ അത്രയ്ക്ക് കട്ടിയൊന്നും വേണ്ട. പിന്നെ ഇതൊരു കറക്റ്റ് ഷേപ്പിലൊന്നും അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് കൈവച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഉഴുന്ന് അരച്ചത് ഞാനിവിടെ വേറൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ സമയത്ത് ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫുഡ് കളറൊക്കെ ചേർക്കാം കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ യെല്ലോയോ ഓറഞ്ചോ ഫുഡ് കളറൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പലഹാരത്തിന് അതുപോലെ ഒരു മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് കളർ കിട്ടും. പക്ഷെ നിർബന്ധമൊന്നുമില്ല, ടേസ്റ്റിലൊന്നും വ്യത്യാസമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കത് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ കറക്റ്റ് ഷേപ്പിലൊന്നും എടുക്കണ്ട. ജസ്റ്റ് കുറച്ച് ചെറിയ ചെറിയ ബോൾസ് നമ്മുടെ കയ്യിൽ തന്നെ എടുത്തിട്ട് എണ്ണയിലോട്ടിട്ടങ്ങ് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് എണ്ണയൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഷേപ്പൊന്നും അങ്ങനെ കറക്റ്റ് നോക്കേണ്ട ആവശ്യമില്ല. എടുക്കുമ്പം കയ്യിൽ ഒട്ടുന്നതായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് വിരൽ മുക്കിയിട്ട് ഈ മാവെടുത്ത് ഇട്ടാൽ മതി, നമ്മൾ ഉഴുന്നോടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഇത് ചെറുതായിട്ടിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കുക. ഇത് നല്ല ബ്രൗൺ കളറായി നല്ല പുറമേ നല്ല മുരിഞ്ഞ് വരുന്നത് വരെ ഫ്രൈ ചെയ്ത് എടുക്കുക. പെട്ടെന്നാവും, കാരണം ചെറിയ ബോൾസായിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഉഴുന്ന് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നല്ല ഗോൾഡൻ കളറിലായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് നല്ലോണം മൊരിച്ചെടുത്തില്ലെങ്കിൽ ഈ പഞ്ചസാര പാനിയിലോട്ട് ഇട്ട് കഴിയുമ്പോൾ ഇത് ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആയിപ്പോവും. മനസ്സിലായി? ചെറുതായിട്ട് ഫ്രൈ ആയിട്ടേ ഉള്ളെങ്കിൽ. അതുകൊണ്ടാണ് പുറമേ നല്ല മൊരിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ആ പാനിയിലിട്ട് കുറച്ച് നേരം വെച്ചിരുന്നാലും അത്ര അങ്ങ് സോഫ്റ്റായി പോകത്തില്ല. നമുക്ക് കഴിക്കുമ്പം ചെറിയൊരു കരുകരുപ്പ് ഉണ്ടാവും, എന്നാലും ഉള്ളിലൊക്കെ സോഫ്റ്റ് ആയിരിക്കും. ആ ഒരു രീതിയിലിരിക്കും. അപ്പോൾ അങ്ങനെയാണത് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി ഒരു സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഷുഗർ സിറപ്പ് എല്ലാ സ്ഥലത്തും ഒന്ന് വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് ഇപ്പം തന്നെ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ചും കൂടി സിറപ്പൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിലും കഴിക്കാം. ഏതായാലും ടേസ്റ്റിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ.
പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ബാക്കിയുള്ള ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, പഞ്ചസാര പാനി ഇതിൻ്റെ മുകളിൽ നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അത് നല്ല മധുരം ഇഷ്ടമാണെങ്കിൽ ചെയ്താൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനും നല്ലതാണ് കേട്ടോ. തണുപ്പോടുകൂടി കഴിക്കാൻ നല്ലതാണ്. ആദ്യം ഒരു 10-15 മിനിറ്റ് ഈ ചെറിയ ചൂടുള്ള ഷുഗർ സിറപ്പിൽ ഈ ഉഴുന്നിൻ്റെ ബോൾ ഇട്ട് വെക്കണം. അപ്പോൾ കുറച്ചൊക്കെ ആ സിറപ്പ് അത്യാവശ്യം ഒന്ന് ഉഴുന്നിൻ ബോൾസിൻ്റെ ഉള്ളിലോട്ട് പിടിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് ഒന്ന് തണുപ്പിച്ച് കഴിക്കാനും നല്ലതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് എപ്പോഴും വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.